ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. ഞങ്ങളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ എല്ലാവർക്കും മനസ്സിലായി കാണും, ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ടേ സമ്മർ ബ്രേക്കിന്. അപ്പോൾ ഇന്ന് ഞാനും അച്ഛനും അമ്മയും കൂടെ ചെറിയ ട്രിപ്പ് പോവാണ് കേട്ടോ, ഊട്ടിയിലേക്ക്. നമ്മുടെ ഇവിടുന്ന് ഒരു 2.5 hours മാത്രമേ ട്രാവലുള്ളൂ നമുക്ക് ഊട്ടിയിലേക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കേട്ടോ ഈ ഊട്ടി, മൈസൂരൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഒരു 6 o'clock ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ നല്ല മഴയാണ്. ഊട്ടിയിലും മഴ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇറങ്ങുന്നത്. പക്ഷേ പ്രതീക്ഷയൊക്കെ ചതിച്ച് ഊട്ടിയിലും മഴ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ കൂടുതലും ഊട്ടിയിൽ ഈ മഴക്കാലത്ത് തന്നെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വൈബ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ലൊരു തണുപ്പും നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ ഈ ഒരു മഴക്കാലത്ത് പോകുമ്പോൾ. മഴ പെയ്യുമ്പോഴല്ല, മഴ പെയ്ത് കഴിയുമ്പോൾ ഒരു അടിപൊളി വൈബ് ഉണ്ട് കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഗുഡലൂരൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു യൂക്കാലിൻ്റെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഊട്ടിയിലേക്ക് പോകുന്ന ആരും തന്നെ ഇവിടെ ഇറങ്ങാതെ കുറച്ച് നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാണ്ട് പോകാറില്ല കേട്ടോ. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു കിഡിലും സ്പോട്ടാണ്. അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമൊന്നുമില്ല, എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ സമയത്ത് നല്ല അത്യാവശ്യം നല്ലൊരു മഴയും ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് മേലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും ആ വ്യൂ ഒക്കെ കാണാൻ അടിപൊളിയായിരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നീഡിൽ റോക്ക് വ്യൂ പോയിന്റിൽ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് അതൊരു 9 o'clock 9:30 ഒക്കെ ആകുമ്പോഴാണ് ഓപ്പൺ ആവുന്നത്. നമ്മൾ രാവിലെ തന്നെ എത്തിയുകൊണ്ട് നമ്മളവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ നല്ല നല്ല സീനറീസ് ആയിരുന്നു. എവിടെ വെച്ചാലും എനിക്കൊന്നും ക്യാമറയ്ക്ക് അത്രയും ആ ഒരു ഭംഗി അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. നമ്മൾ നേരിട്ട് കാണുന്ന കാട്ടും അത്രയും അടിപൊളിയായിട്ടുള്ള സ്പോട്ടുകളാണ് കേട്ടോ ഈ ഊട്ടിക്ക് പോകുന്ന വഴിക്കുള്ളത്. എസ്പെഷ്യലി ആ പെരുംചൂടുന്ന നാട്ടിലേക്ക് വന്നുകൊണ്ട് തന്നെ എനിക്കിത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല മഴയുണ്ടായിരുന്നു പോകുന്ന വഴിക്കൊക്കെ. അപ്പം ഞാൻ വിചാരിച്ച ഊട്ടി ട്രിപ്പ് കൊള്ളായി തന്നെ, കാരണം അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മെയിനായിട്ടും കൂൾ സീസൺ വെജിറ്റബിൾസ് ആണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത്. ഇതൊരു കൃഷി സ്ഥലമാണ് കേട്ടോ ആ കാണിച്ചത് ഞാൻ. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ സ്പോട്ട് എന്ന് പറയുന്നത് പൈക്കര വാട്ടർഫാൾസ് ആയിരുന്നേ. ഇത് വാട്ടർഫാൾസ് എന്ന് പറയാനില്ല, ജസ്റ്റ് ഒരു അങ്ങനെ ഹൈറ്റ് എന്നുള്ള വെള്ളച്ചാട്ടമല്ല, ജസ്റ്റ് ഒരു ഫ്ലോ ഉണ്ട് അത്ര തന്നെ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. എല്ലാവരും വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ് എക്സ്പെക്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും അതിന് മാത്രമില്ല. പക്ഷേ ഒരു രസമുള്ളൊരു സ്ഥലം, കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. ആ നടക്കുന്ന വഴികളൊക്കെ അടിപൊളിയാണ്. കണ്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഭയങ്കര ബുദ്ധിമതിയായി ഞാൻ ഈ മഴക്കാലത്ത് വെള്ള ഷൂസ് ഇട്ടിട്ടാണ് അതും ഊട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നത്. തിരിച്ചു വന്നപ്പോഴത്തെ അതിൻ്റെ കളർ പിന്നെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വെള്ളം ഉണ്ടാവും. ഇവിടുന്ന് കാണാൻ പറ്റുമോ? ആ പറ്റും. നമുക്ക് ആ വെള്ളച്ചാട്ടം പോയി കാണാം. ഊട്ടിയിലെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലും നമ്മൾ എൻട്രി ഫീ കൊടുക്കാനുണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു 40 ആയിരുന്നു പെർ അഡൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. 40 or 20 കറക്റ്റ് ഓർമ്മയില്ല, അത്രയും ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് എൻട്രി ഫീ ആയിട്ടുണ്ടായിരുന്നത്. ഈ താഴത്തേക്ക് അത്യാവശ്യം നല്ലോണം ഇവർ സ്ലോപ്പായിട്ടാണ് സ്റ്റെപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പോവാൻ അത്യാവശ്യം നല്ല കംഫർട്ടായിരുന്നു കേട്ടോ. കാരണം ആ സ്റ്റീപ്പ് അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങാനും കയറാനും വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അച്ഛന് കാലവേദന ആയതുകൊണ്ട് എൻ്റെ അച്ഛൻ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അച്ഛൻ മുകളിൽ തന്നെ നിൽക്കുമായിരുന്നേ. ഇറങ്ങാൻ എളുപ്പമുണ്ട്, കയറാനും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്. മഴ പോയി, വെയിൽ വരുന്നുണ്ട്, തണുപ്പുണ്ട്. പിന്നെയാണെങ്കിൽ ഇവിടെ എൻട്രി ഫീ വരുന്നത് 40 rupees ആണ് അഡൽട്ടിന്. പിന്നെ ഇവിടെ മറ്റേ ഇലക്ട്രിക് കാറിൻ്റെ അവൈലബിൾ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ നടന്നു വന്നില്ലേ, അവിടെ നമുക്ക് നടക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇലക്ട്രിക് കാറുണ്ട്. പക്ഷെ ഇപ്പോൾ രാവിലെ ആണെന്ന് തോന്നുന്നു കാണുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നല്ല രസത്തിൽ കേൾക്കാം.
ഇതാണ് കേട്ടോ പൈക്കര വാട്ടർഫാൾസ്. ഈ പൈക്കര ഡാമിൽ നിന്നുള്ള വെള്ളമാണ് വരുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, നല്ല സ്റ്റീപ്പായിട്ടുള്ള വാട്ടർഫാൾസ് അല്ല, ജസ്റ്റ് ഫ്ലോ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. പക്ഷെ എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ക്ലൈമറ്റും ആണ്. മസ്കറ്റിലെ ആ പെരും ചൂടെന്ന് വന്നുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നാട്ടിൽ നിന്നൊക്കെ ഗൾഫിൽ നിന്നൊക്കെ സമ്മർ ബ്രേക്കിനൊക്കെ വരുമ്പോൾ നമുക്ക് പോകാൻ പറ്റിയൊരു ബെസ്റ്റ് സ്പോട്ടുകളാണ് ഊട്ടിയൊക്കെ. കാരണം നമ്മൾ ആ ക്ലൈമറ്റ് നല്ലോണം എൻജോയ് ചെയ്യും. ഇത് കണ്ടില്ല, എൻ്റെ 2 യുവ മിഥുനങ്ങൾ പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഹെവി ആയതല്ല, ഒരു ചാറ്റൽ മഴ. വണ്ടിയിലേക്ക് പോവാം. എൻ്റെ അമ്മയ്ക്ക് നാട് വിട്ട് കഴിഞ്ഞാൽ ഭക്ഷണം വളരെ പ്രശ്നമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തെ എത്ര റിസ്ക് എടുത്തും എവിടേക്ക് പോവുകയാണെങ്കിലും ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നേ. പിന്നെ വെറുതെ കൈ കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു എനിക്ക് വാരി തരാൻ വേണ്ടിയിട്ട്. സിംപ്ലി ചെറിയൊരു മടി കഴിക്കാൻ തന്നെ. ഫ്ലാസ്കിൽ വെള്ളവും പിന്നെ കാപ്പിയും പിന്നെ കൈ കഴുകാനുള്ള വെള്ളം വരെ ഞങ്ങൾ കൊണ്ടുപോകലുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ പോകുമ്പോൾ പറ്റുന്ന സ്ഥലത്തേക്കൊക്കെ. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഷൂട്ടിംഗ് സ്പോട്ട് അങ്ങനെ എന്തോ പറയുന്ന ഈ പ്ലേസിലേക്കായിരുന്നു കേട്ടോ. ഇവിടെ ഒട്ടുമിക്ക സിനിമകളിലൊക്കെ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു പ്ലേസ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയും എൻട്രി ഫീ ഉണ്ട്, പ്രത്യേകിച്ച് ഒന്നുമില്ലൊരു മൊട്ടക്കുന്നാണ് സംഭവം. നല്ല കാറ്റുണ്ട്, അത്യാവശ്യം നല്ല വ്യൂവും കിട്ടുന്നുണ്ട്. ഇവിടേക്ക് എൻട്രി ചെയ്യാനാണ് ഈ 40 റുപ്പീസ് എൻട്രി ഫീ വരുന്നത്. 40 or 20 എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അവിടെ ഈ ബബിൾസൊക്കെ വിൽക്കുന്ന ഒരു കുഞ്ഞു ഷോപ്പ് ഉണ്ടായിരുന്നേ, കുഞ്ഞു കട എന്ന് പറയാൻ പറ്റില്ല, ഒരു ചേട്ടൻ വിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ ബബിൾസ് വിടുന്ന ഈ സാധനമൊക്കെ മേടിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാറ്റത്ത് പോകുന്ന കാണാൻ വേണ്ടിയിട്ട്. ദ ഇന്നർ ചൈൽഡ് ഇൻ മീ എൻജോയ്ഡ് സോ മച്ച്. എന്താ പറയുക, ഭയങ്കര സ്ട്രെസ് റിലീഫ് ആയിരുന്നു കേട്ടോ എനിക്ക് ഈ ട്രിപ്പ്. എനിക്കറിയത്തില്ല, മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. നമ്മൾ വണ്ടിയിൽ നിന്ന് കുട എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് നമുക്ക് വേഗം താഴേക്ക് ഇറങ്ങാം. ഈ ഊട്ടി വന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ ഈ കുതിര സവാരി. അന്നേരം ഇത് കുതിരക്ക് പോകുന്ന റൂട്ടാന്ന് തോന്നുന്നു കേട്ടോ, അതുങ്ങൾക്ക് മാത്രമുള്ള റൂട്ടാന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ. നമ്മുടെ പണ്ടത്തെ സിനിമകളിൽ ലാലേട്ടനൊക്കെ ഓടിക്കളിച്ച സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഈ പൈൻ ഫോറസ്റ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ താഴെ ആ തടാകത്തിൽ പോയി വീഴും, അത്രയ്ക്കും സ്ലിപ്പറി ആയിരുന്നു മഴ പെയ്തിട്ട്. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചും കണ്ടൊക്കെയാണ് നടന്നത്. എന്നിട്ടും എനിക്ക് ചെറിയ സ്ഥലത്തൊക്കെ ഞാൻ തെന്നിയടിച്ച് വീഴാനൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. പുറകിൽ അമ്മ വരുന്നുണ്ട്, അച്ഛൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അച്ഛന് കാലുവേദന ആയതുകൊണ്ട് അച്ഛൻ അങ്ങനെ ഇറങ്ങിയില്ല. എൻ്റെ അച്ഛൻ വണ്ടിയിൽ ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്ന ആളായിരുന്നു കേട്ടോ. എൻ്റെ വെള്ള ഷൂ ഇവിടെയൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ അത് കറുത്ത ഷൂ ആയിപ്പോയേ. കാരണം എൻ്റെ ഷൂ ഈ ചെളിയിൽ മുങ്ങിപ്പോയായിരുന്നു കാല്. അങ്ങനെയൊക്കെ കുറേ അബദ്ധങ്ങൾ പറ്റി. ഇതാണ് കേട്ടോ നമ്മുടെ ഊട്ടി ടൗൺ. ഇവിടുത്തെ ബിൽഡിംഗ് രീതിയൊക്കെ ഭയങ്കര വ്യത്യാസമാണ് നമ്മുടെ നാടിനെക്കാട്ടും. ആ ഒരു ഏരിയയിൽ മാത്രമായിരിക്കും ഇവർക്ക് കൂടുതലായിട്ടും ബിൽഡിങ്സ് ഉണ്ടാവുക. കുറേ ലാൻഡ് വെറുതെ കിടക്കുന്നുണ്ടാവുന്നു, പക്ഷെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് ഇവർക്ക് വീട് വെക്കുന്നത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എന്തെങ്കിലും പെർമിഷൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ നമ്മൾ പോയത് ബോട്ട് ഹൗസിലേക്കായിരുന്നു കേട്ടോ. ബോട്ടിൽ കയറുന്നില്ല എന്ന് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിരുന്നു. അതിൽ കയറണോ? നമ്മൾ കയറിയതല്ലേ പ്രാവശ്യം. അമ്മ ആൻഡ് അച്ഛൻ വാസ് സോ ബിസി വിത്ത് ടേക്കിംഗ് ദിയർ ഫോട്ടോസ്. അവർ അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കരുതി ടോയ് ട്രെയിനിലാണ് കേട്ടോ. നമ്മുടെ മറ്റേ ഒറിജിനൽ ആയിട്ടുള്ള ട്രെയിനിൽ കയറാൻ പറ്റില്ല, ബിക്കോസ് അത് 3 to 4 months ബിഫോർ എന്നെ ടിക്കറ്റ്സ് ഫില്ലായി പോവും. അതുകൊണ്ട് ആ സങ്കടം മാറ്റാൻ വേണ്ടി ഞാൻ ഈ ടോയ് ട്രെയിനിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഇത് 60 റുപ്പീസാണ് കേട്ടോ ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ വോത്താണെന്ന് വെച്ചാൽ വോത്തൊന്നുമല്ല. പക്ഷേ നമുക്കെന്താ പറയുക, കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്യാം, അത്ര തന്നെ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. ഇത് എന്നാലും രസമുണ്ട്. നമുക്ക് ജസ്റ്റ് ആ ലേക്കിൻ്റെ സൈഡിൽ കൂടെ ഒരു യാത്രയൊക്കെ ആവും. അടിപൊളിയാണ്, എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് റോസ് ഗാർഡനിലേക്കായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നെ, റോസ് കണ്ട് കണ്ണങ്ങ് മഞ്ഞളിച്ചു എന്നങ്ങ് പറയാം. അത്ര വെറൈറ്റി ഓഫ് റോസസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അടിപൊളിയാണ് സംഭവം. പക്ഷേ ഇവിടെ 75 റുപ്പീസാണ് പെർ ഹെഡ് വരുന്നത് കേട്ടോ. പക്ഷെ അത് ഇച്ചിരി കത്തിയല്ല എനിക്ക് തോന്നുന്നത്. ഒരു 40-50 കഴിഞ്ഞ് പിന്നെയും ഉണ്ട്. 75 റുപ്പീസാണ്. പല സ്ഥലത്ത് നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോ റോസസിന് അവർ ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ബ്രാൻഡ് ടീ,
അങ്ങനെ എനിക്ക് തോന്നുന്നു വെറുതെ കൊടുക്കുന്നതാണെന്ന് എനിക്കറിയില്ല. പല പല പേരുകളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ. 75 റുപ്പീസ് മേടിച്ചിട്ട് ഇവിടെ അത്രയും മേടിച്ചിട്ട് പോലും ഇവിടെ ഒന്നും പ്രോപ്പറായിട്ട് അവർ മെയിൻറ്റെയിൻ പോലും ചെയ്യുന്നില്ല. ഇവിടെ ഈ ആകെ ആ ഫ്ലവേഴ്സ് എല്ലാം എടുത്ത് കുറച്ച് പുല്ലൊക്കെ പറിച്ചിട്ടുണ്ട്. ഇവിടെയും കുറച്ച് റോസസ് ഉണ്ട്, കാണുന്നില്ലേ? പക്ഷെ ഇവിടെയൊക്കെ ഫുള്ളും കാട് കയറി കിടക്കുക. ഇവിടെ ആണെങ്കിൽ റോസസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഈ റോസ് കൊടുക്കുന്നതും വാങ്ങുന്നതിനെ പറ്റിയൊക്കെ. പിന്നെ നമ്മുടെ ലഞ്ചിന് ടൈമായിരുന്നു. എൻ്റെ അമ്മ ഒബ്വിയസ്ലി ലഞ്ച് വീട്ടിൽ നിന്ന് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഫിഷ് ഫ്രൈയും പയറ് തോരനും ചമ്മന്തിയും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും എനിക്ക് കൈ കഴുകാനുള്ള മഴ കാരണം അമ്മേനെ കൊണ്ട് ഞാൻ വാരി തന്നെ ചെയ്തത്. അമ്മ വാരിത്തരാണ് കേട്ടോ എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ അമ്മമാർ വാരിത്തരുമ്പോൾ നമുക്ക് കഴിക്കാൻ കുറച്ച് സ്പെഷ്യൽ ടേസ്റ്റ് ഇല്ലേ? എനിക്കങ്ങനെയാണ് കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ കഴിച്ചും പോകും കേട്ടോ അന്നേരം. പിന്നെ നമ്മൾ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കായിരുന്നു. ഇവിടെ ആയിരുന്നു നമ്മുടെ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഫ്ലവർ ഷോ കഴിഞ്ഞു, മെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് ബാക്കി പത്രങ്ങൾ കാണാൻ പറ്റും. ഇവിടെ വന്നിട്ട് എൻട്രി ഫീ 100 രൂപയായിരുന്നു കേട്ടോ. ഇവിടെ ഒരുപാട് ഇങ്ങനെ നടന്ന് കാണാനുണ്ട്. പക്ഷേ നടക്കാൻ പറ്റാത്ത രണ്ടെണ്ണത്തിനെ കൊണ്ടാണല്ലോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ അധികം ഫുള്ളും കറങ്ങി നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ചൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. തിരിച്ച് കയറി കേട്ടോ. കാരണം കുറേ നടക്കാനുണ്ട് ഇവിടെ. അത്യാവശ്യം കുറേ നടന്ന് ഇങ്ങനെ കാണാനുണ്ട് കേട്ടോ. ഊട്ടിയിൽ വന്നിട്ട് ഊട്ടി സ്പെഷ്യൽ പൂവ് മേടിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയല്ലേ? അങ്ങനെ ഊട്ടി പൂവൊക്കെ മേടിച്ച് ഞാനും അമ്മയും കൂടെ ജസ്റ്റ് സ്ട്രീറ്റിലേക്ക് അങ്ങ് ഇറങ്ങി. എൻ്റെ മെയിൻ ഉദ്ദേശം ഇവിടെ ഒരു കഫേ ഉണ്ട്, കഫേ പോകണമെന്നായിരുന്നു കേട്ടോ. ഈ കഫേയാണ് മോഡീസ് എന്ന് പറയുന്നത്. ഇവിടെ നല്ല അടിപൊളി ഹോട്ട് ചോക്ലേറ്റും ബെറി ചോക്ലേറ്റും കിട്ടും. അങ്ങനെ ഞാൻ ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബെറി ചോക്ലേറ്റ് അത് ഞാൻ പാഴ്സലാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടും ഒരു രക്ഷയില്ല, അടിപൊളി സാധനമാണ് കേട്ടോ. ചോക്ലേറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വയനാട്ടിലേക്ക് പോയിട്ടോ. ഇത് പോകുന്ന വഴിക്കുള്ള ഒരു ഡാമാണ്, എന്താ പേര് ഞാൻ മറന്നുപോയി. ഇത് പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുടിച്ചില്ല, ഇവരെല്ലാവരും കുടിക്കാൻ പോയി. പിന്നെ ഞാൻ നമ്മുടെ സ്വീറ്റ് കോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കഴിച്ച് നമ്മൾ നേരെ വയനാട്ടിലേക്ക് പോകുന്ന വഴിക്ക് അടിപൊളിയായിരുന്നേ. കാരണം കോട ഇറങ്ങാൻ തുടങ്ങി, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഫുള്ളും ഇങ്ങനെ കോട നിറഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നല്ല തണുപ്പും ഉണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഐ ഹോപ്പ് യു എൻജോയ് മൈ ഊട്ടി വ്ലോഗ്. ഊട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് അടിപൊളി സമയമാണ് കേട്ടോ ഇപ്പോൾ. മഴയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും പോകും. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് അത്രയ്ക്കുള്ളൂ. ബൈ.